ഒരു സംശയ രോഗത്തിന്റെ പുറത്തായിരുന്നു. അതെ 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 അന്ധവിശ്വാസമാണുള്ള ഒരുപാട്. ജോത്സ്യൻ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളൊരു അന്ധവിശ്വാസത്തിലാണ് ഇപ്പം ഇത്രയും 3 കൊലയും നടന്നത്. ആ പേരിലായിരുന്നു. അവൻ്റെ കുടുംബം തകർത്തിയത് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആരോപണങ്ങളായിട്ട് അയാൾക്ക് അങ്ങനെ ആ മൈൻഡിൽ അതന്നെ കയറിയിരിക്കണം. കൊല്ലണം എന്നുള്ളതാണ്. അല്ലാണ്ട് മാനസിക രോഗമായിട്ടൊന്നുമില്ല അയാൾക്ക്. ഒരു പ്രശ്നവുമില്ല അയാൾക്ക്. ഒറ്റ പ്രശ്നവുമില്ല. വ്യക്തിവൈരാഗ്യം തന്നെയാണത്. ഈ കുടുംബമായിട്ടാണ് അവരുടെ കുടുംബം തകർന്നു എന്നുള്ളതാണ്. നിരപരാധികളാണ് അവർ. ഈ മരിച്ച 3 പേരും ഒന്നും മനസ്സാ വാച കർമ്മം ഒന്നും അറിഞ്ഞിട്ടില്ല. സാധുക്കളാണ്. എന്താ പറയാ, ഒരു ക്രൂരന്റെ കൈ കൊണ്ട് ഒരു കൊന്നു അവര്. അത്ര വെട്ടി, അത്ര ഇവിടെ മുഖത്തൊക്കെ വെട്ടു ഒക്കെ ആയിട്ട്. ചെന്താമരയുടെ ഭാര്യ പിണങ്ങി പോകാനുള്ള കാരണമാണ്. അതെ, ഭാര്യ പിണങ്ങിപ്പോയി, മകളും. പക്ഷെ അയാളുടെ ക്രൂരത കൊണ്ടാണ് പിണങ്ങിപ്പോയത്. അവര് ആ കൈ അയാളുടെ കത്തി മുന്നിൽ രക്ഷപ്പെട്ട് ഓടിയത് അവര്, അമ്മയും മോളും. അതാണ് സത്യം, വാസ്തവമാണ്. അവിടെ ഇട്ട ഡ്രസ്സോടെ ഇട്ടിട്ട് ഓടിപ്പോയത് അവര്, അമ്മയും മോളും. പക്ഷെ കാരണം ഇവരാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അയാൾക്ക് ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഈ അന്ധവിശ്വാസം കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഈ പണിക്കര് ജോത്സ്യനടുത്ത് കൊണ്ടുപോയി കാണും. അപ്പൊ കണ്ടപ്പോ അവര് പറഞ്ഞത്ര അയൽപക്കത്തിൽ ആ മുടി നീളം വളർത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം തകർക്കാൻ കാരണം പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ചേച്ചിക്ക് സജിത പറഞ്ഞ ചേച്ചിക്ക് നല്ല മുടിയാണ്. അപ്പൊ അയാൾക്ക് കണ്ട അവസ്ഥയ്ക്ക് സജിത ചേച്ചിന്റെ മുടിയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഇവരായിരിക്കും എൻ്റെ കുടുംബം തകരാനുള്ള കാരണം എന്ന് മനസ്സിൽ പക വെച്ചുകൊണ്ട് നടന്ന ആ ചേച്ചിനെ കൊന്നു. ഇപ്പം 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവരുടെ ഭർത്താവിനെയും അമ്മനെയും കൊന്നു. അതാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അവര് ആയുധമൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു സ്ത്രീകളെ. കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രതിയുടെ അമ്മായി അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഇത് ഇങ്ങോട്ട് കുറച്ച് വിറകെടുക്കാൻ പോയപ്പോൾ കത്തി അവരെ കൊണ്ട് കാണിച്ചു. ഇതാണ് എൻ്റെ സെറ്റപ്പ്, ഇത് വെച്ചിട്ടാണ് ഞാൻ നടക്കണമെന്നൊക്കെ കാണിച്ചിട്ടാണ്. അത് കാണിച്ചു. അതുകൊണ്ട് ഒരു 3/4 മണിക്കൂറാകുമ്പോഴത്തേനും ഇവിടെ കൊല നടത്തിയാള്. പിന്നെ അയാളെ രക്ഷപ്പെട്ട് ഓടിയതാണ്. പക്ഷെ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ചെയ്തുകൊണ്ടൊക്കെ ജോലിക്ക് പോയതുകൊണ്ടൊക്കെ വീടൊക്കെ അടച്ചിട്ട് കാരണം ആരും കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് പ്രതി രക്ഷപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ആ സജിത ചേച്ചിനെ കൊലപ്പെടുത്തിയിട്ട് അതുപോലെ രക്ഷപ്പെടുക എന്ന് ചെയ്തത് ആരും കണ്ടില്ലായിരുന്നു. ഈ താഴ്ഭാഗത്തുകൊണ്ട് ഈ വീടാണ് അവസാനമായിട്ട്. ഇപ്പുറത്തൊന്നുമില്ല, കാടും പാടങ്ങളൊക്കെ. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഓടിയത് കണ്ടില്ലായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവം. പോലീസ് ഊർജിതമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇനി പിടികിടിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ഭീഷണിയാണല്ലോ ഇപ്പോഴും. ഇപ്പം ഞാനൊന്നും എൻ്റെ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് വന്ന് കിടന്നുറങ്ങിയത് രാത്രി മുഴുവനായിട്ട്. ഭയമാണ്. രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, പേടിച്ചിട്ട്. ഏതാ സമയത്ത് ഞങ്ങളുടെ കാടിൻ്റെ ആ ഭാഗത്താണ്, ഫോറസ്റ്റിൻ്റെ പുറത്താണ് ഞങ്ങളുടെ വീട്. ഏത് സമയത്ത് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ആയുധം ഇപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. അയാൾ കുഞ്ഞ് കത്തി വെച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവരുടെ വീട്ടുകാർ. അത് വന്ന് കുളിച്ചിട്ട് പോയിടുന്നൊക്കെയാണ് പറയണത്. ഇന്നലെ ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല സാറേ, ഉറങ്ങിയിട്ടേ ഇല്ല. ഇതിപ്പോൾ എൻ്റെ മകളേനിത്. ഇന്നലെ അവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. ഇവർ ഫോറസ്റ്റ് കാട്ടിൻ്റെ ഓരത്ത് അവിടെ ഇരിക്കണത്. എങ്ങനെ ഉറങ്ങും? എന്നിട്ട് അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കിടന്നിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഈ 2 മണി വരെയും ഞങ്ങൾ TV വെച്ച് വാർത്തയും കേട്ടിട്ടിരുന്നു. ഭക്ഷണം അടക്കം കഴിച്ചിട്ടില്ല. എന്നാലും അന്ത്യോളം ആരും ഭക്ഷണം വെച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. മിഞ്ഞാന്ന് വൈകിട്ട് ഇത്ര എല്ലാവരും ഭക്ഷണം കഴിച്ചാണ്. പിന്നെ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണവും ഇല്ല. ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. പേടി, ഒരു മൂത്രമൊഴിക്കാൻ അടക്കം വെളിയിലിറങ്ങാൻ പേടി ഞങ്ങൾക്ക് ഇന്നലെ. ഇന്ന് 5:30 എണിക്കുന്നതാണ് ഞാൻ. ഇന്ന് ഞാൻ 6 മണി 6:30 ശേഷമേ എണിച്ചു. ഇപ്പം എൻ്റെ മക്കളും ഇവളും പറഞ്ഞു, അമ്മ നേരത്തെ എണിക്കണ്ട, 6-6:30 ആകുമ്പോൾ എണിച്ചാൽ മതി. പറഞ്ഞിട്ട് 6:30 എണിച്ച് പേടിച്ചിട്ട്. മണി അടിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, വിളക്ക് വെക്കുക, അങ്ങനത്തുള്ള പരിപാടിയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് പിന്നെ ആ ചേച്ചിനെ കൊലപ്പെടുത്തിയത്. അന്ന് അവിടെ ആ കുടുംബത്തിന്റെ മാത്രം വേട്ടയാടി കൊന്ന, എന്താ പറയാ, നിരീക്ഷിച്ച് കൊന്നു. മാനസികമായിട്ട് ഒന്നും പ്രശ്നമില്ല അയാൾക്ക്. കുടുംബക്കാരെ എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ചെയ്തിട്ടില്ല. അവന്റെ ഏട്ടനും ഭാര്യ കുടുംബമൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവരൊന്നും ചെയ്തിട്ടില്ല. അമ്മയുണ്ട് അയാൾക്ക്, ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്. അവരിനൊന്നും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തെ മാത്രം വേട്ടയാടി, എന്താ പറയാ, നിരീക്ഷിച്ച് വാതിലും ഗ്ലാസ്സൊന്നും തുറക്കില്ല. അത് തുറക്കാതെ തന്നെ അയാൾ ജനാലിൽ കൂടെ അയാൾ ആരൊക്കെ പോകുന്നുണ്ട്, എങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചിട്ടാണ് ഇപ്പൊ കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ്. അല്ലാതെ ഒന്നും പറയാനില്ല.